ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് മുഹമ്മദ് കുട്ടിയാണ്. മുഹമ്മദ് കുട്ടി ചേട്ടൻ്റെ ഈ ഭാഗത്തെ ഈ വീടുകളെല്ലാം നേരിട്ട് അറിയാവുന്ന ആളുകളല്ലേ? ആൾക്കാരാണ്. ഇതിപ്പോൾ ചെരിഞ്ഞ് കിടക്കുന്നത് നാസറിൻ്റെ വീടാണ്. ഇത് കഴിഞ്ഞ് കിടക്കുന്നത് ഇപ്പോൾ സുദേവൻ്റെ വീട്ടിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. സുദേവൻ്റെ വീട്ടിൽ സൗഖ്യത്തിൻ്റെ വീട് നോക്കിയിട്ട് തന്നെ ഇല്ല. അവിടെ എന്താണ് സ്ഥിതി ഒന്നും അറിയില്ല. നമുക്ക് ഇങ്ങോട്ടേക്ക് നിൽക്കാം ചേട്ടാ. നമ്മളിപ്പോൾ കാണുന്നത് ഇത് നാസറിൻ്റെ വീടാണ് ചെരിഞ്ഞ് കിടക്കുന്നത്. അതിനുള്ളിൽ എത്ര പേരായിരുന്നു? അത് നാസറിൻ്റെ ഭാര്യ, 2 ചെക്കന്മാർ, പിന്നെ വാപ്പ ഒക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അത് ശംസുദ്ദീൻ പറയുന്നവൻ്റെ വീടാണ്. അതിലുണ്ടോ ഇല്ലേ ഒന്നും അറിയില്ല. നാസറിൻ്റെ വീട്ടിൽ നിന്നാണ് ടെലിഫോൺ വന്നത്. ഈ നാസറിനെയും ശംസുദ്ദീനെയും ഒക്കെ പിന്നെ ചേട്ടന് ബന്ധപ്പെടാൻ പറ്റിയോ? ഇല്ല, ബന്ധപ്പെടാൻ പറ്റിയിട്ടില്ല. സുദേവൻ്റെ വാഹനമാണ് അത് കിടക്കുന്നത്. ഓട്ടോറിക്ഷ സുദേവൻ്റെ ഓനുണ്ട്, ഓൻ്റെ അമ്മയുണ്ട്, 2 ഭാര്യയുണ്ട്, 2 മക്കളും ഉണ്ട് ഓൻ്റെ. അതിനപ്പുറത്ത്, അതായത് സുദേവന്റെ വീടിന്റെ പിൻമുന്നിലുള്ള ഭാഗത്ത് വീടുകളായിരുന്നു. അതെ, നാസറിന്റെ തൊട്ടടുത്തില്ലാണ് സുദേവന്റെ വീട്. അതിന്റെ തൊട്ടടുത്താണ് സംഭവിച്ചിരിക്കുന്നത്. ഇതാണ് ശിവദാസേട്ടൻ പറയുന്ന അയാളുടെ വീട്. ഇവിടെ വീടായിരുന്നു. ഇതൊന്നും കാണുന്നില്ല. ഇത് വീടായിരുന്നു, ശിവദാസേട്ടന്റെ വീടാണ്. ഇതൊന്നും കാണുന്നില്ല. ഇത് ഈ ബിൽഡിംഗ്. ഈ ശിവദാസേട്ടന്റെ വീട്ടിൽ എത്ര പേരുണ്ടായിരുന്നു? ഒത്തിരി ഭാര്യ, കുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു. ആരൊക്കെ ഉണ്ടായിരിക്കണം? എല്ലാ വീട്ടിലും 4-5 പേര് വീതമുള്ള വീടാണ്. അപ്പോ ഇവിടെ ഒരു 4, 5, 6, 7 വീടുകളോളം കണ്ടിട്ട് അത് ഹംസ അറിയുന്നവന്റെ വീടാണ്. അങ്ങേയറ്റത്ത് കാണുന്ന നീല വാട്ടർ ടാങ്ക് ഉള്ളത് ഹംസന്റെ വീടാണ്. അപ്പുറത്തെ എല്ലാവരും വീടാണ്. ഓരോരുത്തർ അത് വാടക കൊടുത്തിട്ടാണ്. അതിലുണ്ടായിരുന്നോ ഇല്ലേ ഒന്നും അറിയില്ല. ഇത് ഇവിടുന്ന് അങ്ങോട്ട് ആലക്കൽക്കാരെ വീടായിരുന്നു, ഇത്രയും വലുത്. അതുപോലെ കടയും വീടും ഒക്കെ ആയിരുന്നു. ഒന്നുമില്ല അവിടെ. ചേട്ടാ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, അതായത് ഇപ്പം നമ്മളിവിടെ നിൽക്കുന്ന ഈ പുൽക്കുന്നിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. പുൽക്കുന്നിന്റെ താഴെയൊക്കെ ഇടിഞ്ഞു വീണിട്ടുണ്ട്. ഇവിടെ ഇതുവഴി വെള്ളം ഒഴുകിയിരുന്ന എത്ര വീതിയിലാണ്? ചെറിയ പുഴയായിരുന്നു? ചെറിയൊരു പുഴയായിരുന്നു. ഇത്ര വലിയ പുഴ ഒന്നല്ലായിരുന്നു. ആ വെള്ളം പോയിരുന്ന ഇവിടെ താഴേക്ക് വരുമ്പോൾ ചാലിയാറാകുന്നു. ഇവിടെ അതിന്റെ പേരെന്താ? ഇവിടേക്ക് പറയുന്ന സീതമുഖ മലയിൽ നിന്ന് വരുന്ന വെള്ളാന്ന് അറിയില്ല. മേലിന്ന് വരുന്ന വെള്ളമാണ്. മലവെള്ളം ഒരു ചാലായിട്ട് വരുന്നു. ഇങ്ങനെ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഇതിപ്പോൾ സീതമുഖ പറയുന്നത് താഴത്താണ്. ഇവിടെ യൂസ്ഫ കുഞ്ഞുമൈദീനെ, ഷെരീഫ് ഒക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അവരൊന്നും ഒരു വിവരമില്ല. ഷെരീഫിന്റെ വിവരമില്ല, യൂസ്ഫാന്റെ വിവരമില്ല, ഒന്നും അറിയില്ല. നമ്മളിപ്പോൾ ഷെരീഫിനെ കാണാനില്ല, യൂസഫിനെ കാണാനില്ല. നമ്മുടെ ഈ ചെരിഞ്ഞ് കിടക്കുന്ന വീട്ടിലെ നാസറിനെ കാണാനില്ല. നാസറിന്റെ മോനാണ് ടെലിഫോൺ ചെയ്തത്, എന്നെ രക്ഷിക്കുന്നു പറഞ്ഞിട്ട്. ഇത് കൂളിയോർ അലിയാണ്. ഓനെ അന്വേഷിച്ചിട്ട് ഒരു വിവരമില്ല. ആ കാണുന്നതാണ് അലിയുടെ വീട്. അതെ, ഓന്റെ പെരപ്പണി ആയതുകൊണ്ട് ഇവിടെ താമസിക്കുകയാണ്. അതിനിപ്പുറത്ത് എന്തായിരുന്നു അലിയുടെ വീടിന്? കച്ചവടക്കാരൻ്റെ ആയിരുന്നു, ഗഫൂറിന്റെ പീടിയാണ് ഇത്. ഗഫൂറൊക്കെ അവിടെ സാധനങ്ങളൊക്കെ സൂക്ഷിക്കലേ ഉള്ളൂ, അല്ലാതെ ആരും കിടക്കൊന്നും ഇല്ലല്ലോ. അല്ല, അവന്റെ വീടാണ് ഇത് കാണുന്നത്. ഗഫൂറിന്റെ വീടാണ്. ഉദ്ദേശം നമുക്ക് ഇപ്പോൾ, അതായത് ഈ ഒരു ഭാഗത്തേക്ക് നോക്കൂ, നമ്മൾ കാണുന്നത് ഈ കുന്നിന്റെ താഴ്വാരം മുഴുവൻ ഇടിഞ്ഞു വീണിട്ടുണ്ട്. പുഞ്ചിരിമട്ടം അവിടെയാണ്. അവിടെ നിന്നാണ് ഈ ഉരുള് പൊട്ടി വന്നത്. ചേട്ടനൊക്കെ വരുമ്പോഴത്തേക്ക് ഇവിടെ വലിയ കല്ലുകളൊക്കെ കിടക്കുമായിരുന്നു. എന്തായിരുന്നു ആദ്യത്തെ ഒരു കാഴ്ച? ഇവർക്ക് ഇന്നലെ ഞാൻ കടക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതാണ്. ഞാൻ ഇന്നലെ തന്നെ ഇവർക്ക് കടക്കാൻ വേണ്ടി, അപ്പോൾ വലിയ പിന്തുടരുകയാണ് നമ്മളെ. ഞാൻ അങ്ങോട്ട് കടക്കുന്ന അവർക്ക് അറിഞ്ഞുകൊണ്ട് ഇന്നെ പിന്തുടരുകയാണ്. വീണ്ടും ഉരുള് പൊട്ടുന്നുണ്ടായിരുന്നല്ലോ ചേട്ടൻ? ഉരുള് പൊട്ടും, അത് പോയാലോ എന്തായാലും പോയി. പിന്നെ ഇപ്പം നമ്മൾ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? നമ്മൾ വാക്കിലോ ഒക്കെ പോയിട്ട് ഇവിടെ ചേട്ടൻ ഒഴിച്ച് ബാക്കി സുഹൃത്തുക്കൾ എല്ലാവരും എൻ്റെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ നമ്മൾ എന്തിനാണ്? അപ്പോൾ നമ്മളെന്താ, അവർ ചിലപ്പോൾ മണ്ണിൻ്റെ അടിയിലുണ്ട്, അവർ രക്ഷപ്പെടുത്താം. നമുക്ക് കഴിയും എന്നുള്ള തീരുമാനം എടുത്തിട്ടാണ് ഞാൻ ചടങ്ങുന്നത്. പിന്നെ പിടിച്ചു മാറ്റി അവർ പിന്നെ വാച്ച് ചെയ്തുകൊണ്ട് നടക്കുകയാണ്. പിന്നെ അന്ന് രാവിലെ പോലത്തെ പറഞ്ഞു, നല്ലതൊക്കെ പറഞ്ഞു, നിങ്ങൾ പണ്ട് കയറി പോകണ്ട്, നിങ്ങൾക്ക് അറിയോ വീട് എവിടെയാണെന്ന്? ഓരോരുത്തരുടെ വീട് എനിക്കറിയും. ഞാൻ അവിടെ പെറ്റു വളർന്ന നാടാണ്, അതുകൊണ്ട് എനിക്കറിയാം. അതുകൊണ്ട് ഇന്നെ വിടണം പറഞ്ഞു. അങ്ങനെ ഞാൻ കച്ചറ ഉണ്ടാക്കിയ പോലെ പറഞ്ഞു, പറ്റൂല, ജാവു എന്ന് അറിയുന്നത്. എത്ര ജായ പോലേക്കാപ്പോൾ പോലെ പറഞ്ഞു. അതിലാണ് ചൂടായാലാണ് ഇന്നെ വിട്ടത് അവർ. അപ്പോൾ ഞാനാണ് ഇങ്ങോട്ട് കടന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ തന്നെ ഒരു 10 വീടുകളെങ്കിലും ഈ ഒരു ഭാഗത്ത് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. അതുണ്ടായിരുന്നു. അടുപ്പിച്ച് 5 സെന്റ് സ്ഥലത്താണ് വീടുകൾ ഇരിക്കുന്നത്. അതാണ് ആരൊക്കെ ഉണ്ട്, എവിടെ ഉണ്ട്, എന്തൊക്കെ ജോലി ചെയ്യുന്നവരാണ് ഇപ്പം? എസ്റ്റേറ്റ് പണി, HML ആരിസൺസ് മലയാളം ലിമിറ്റഡിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് അധികം. ഇത് ലയമല്ലല്ലോ, ഇതൊക്കെ സ്വന്തമായിട്ട് നിർമ്മിച്ച വീടാണ്. 5 സെന്റ് സ്ഥലം വാങ്ങി പൈസ സർവീസും പൗഡമണ്ടും വാങ്ങിയിട്ട് ഒരു വീട് വെച്ചതാണ്. അതിലാണ് താമസിക്കുന്ന ആൾക്കാരാണ്. അറിയോ? ഈ സുദേവൻ പറയുന്നതിന് ആകെ 5 സെന്റ് സ്ഥലമാണ് അത് ഇരിക്കുന്നത്. അവന് എങ്ങനെയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം അങ്ങനെ ഇടങ്ങേറായിട്ട് മക്കളൊക്കെ പുറത്താണ്. വല്ല മക്കളൊക്കെ ഇവിടെ ഇതിൻ്റെ ഉള്ളിലാണ്. ഒക്കെ പഠിപ്പിക്കുകയാണ് ഓന് കൂലിപ്പണി എടുത്ത്, എസ്റ്റേറ്റ് പണിക്ക് എടുത്തിട്ട് ഓൻ പണിയെടുത്തിട്ടാണ് ഓൻ പഠിപ്പിക്കുന്നത്. എനിക്കിപ്പോൾ എപ്പോഴും ഉറപ്പാണ് സുദേവൻ മരിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഉറപ്പ്. ഓനെ കയ്യിലുണ്ട്, ഓനുണ്ട്. പക്ഷേ ചേട്ടാ നോക്ക്, അവിടെ എല്ലാം അടിയിലായി. അതേമാതിരി നാസറിൻ്റെ ഓനെ എത്ര കാലം ഓനാണ് ആകെ പോയിട്ട് ഗൾഫ് പോയിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ രോഗിയായിട്ട് കിടക്കും. നാസറിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? നാസറിന്റെ വീട്ടിൽ ഓൻ്റെ ഭാര്യയുണ്ട്, 2 ആൺകുട്ടികളുണ്ട്, പിന്നെ വാപ്പുണ്ട്, ഓൻ്റെ ഉമ്മ ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. അതൊക്കെ ഇത്രയും സ്ഥിതിയാണ്. ഇത് കണ്ടില്ല നിങ്ങൾ നാസറിന്റെ വീട് കിടക്കുന്നത്? നാസറിന്റെ മോനാണ് ടെലിഫോൺ ചെയ്തത്, എന്നെ രക്ഷിക്കുന്ന പറഞ്ഞിട്ട്. പിന്നെ അവിടെ കടന്നിരുന്ന ഞാൻ സേഫ്റ്റി ആയിട്ട് അവരെ രക്ഷപ്പെടുത്താൻ പറ്റുമോ? അറിയാമോ? ഒന്നും അറിയില്ല. അതിക്ക് കടക്കാൻ തന്നെ പോയിട്ടില്ല. അറിയോ?
ഞാൻ അതിൻ്റെ ഉള്ളിൽ കടക്കാൻ കഴിയണ്ടേ, ഒരു കോലത്തിനും കടക്കാൻ കഴിയണില്ല. ഇപ്പം സുദേവൻ്റെ വീടാണ് നീക്കിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഇവിടെ ഈ രക്ഷാപ്രവർത്തനമൊക്കെ എപ്പോഴാണ് തുടങ്ങിയത്? ഇന്ന് തുടങ്ങിയിട്ടുള്ളൂ. ഇന്നലെ ഒന്നും ഇങ്ങോട്ട് വന്നിട്ടില്ല. ഇന്നലെ കുറേ ബോഡികൾ എടുത്ത് പോയി എന്നല്ലാതെ ഒന്നും അറിയില്ല. ഇങ്ങോട്ട് കടന്നാലല്ലേ ആ അറിയാം. വീടുകളിൽ ഉണ്ടായിരുന്നവരുടെ ഒന്നും ബോഡിയും കിട്ടിയിട്ടില്ല. കിട്ടിയിട്ടില്ല, മോളിൽ നിന്നൊന്നും കിട്ടിയില്ല. ഇതുവരെ ബദ്രുദ്ദീൻ നബീസ ഒന്നും ഒരു വിവരം അറിയില്ല. മോളിലെ പുഞ്ചിരിമട്ടം നമ്മൾ ഈ കാണുന്ന ഇപ്പൊ മണ്ണ് മൂടിക്കിടക്കുന്ന ഭാഗമുണ്ട് പുഞ്ചിരിമട്ടം. അവിടെ ഈ ഒരുപാട് പേര് ഒന്നിച്ച് താമസിച്ചിരുന്നത് ഈ കോളനികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടിട്ടുണ്ട്. ഒക്കെ ഉണ്ടായിരുന്നു. അവരെ സ്ഥിതി ഒന്നും അറിയില്ല. അവിടെ ഞാൻ പോയി നോക്കിയിരിക്കുന്നത്. അപ്പോൾ അവിടെ മുകളിൽ നിന്നാണ് പൊട്ടി വന്നിരിക്കുന്നത്. ആദിവാസി കോളനിൻ്റെ അവിടെ നിന്നാണ് പൊട്ടി പോയി നിൽക്കുന്നത്. അവരെ സ്ഥിതി എന്താണെന്ന് ഒന്നും അറിയില്ല. ഞാൻ ഡ്രൈവർ അമീദ് ഖാൻ്റെ വീട്ടിൽ പോയി നോക്കിയിട്ടുണ്ടായി. അപ്പോൾ അവിടെ പോയിട്ട് അങ്ങോട്ട് പോകാനും ഇവർ സമ്മതിക്കണില്ല. നമ്മൾ ആയുധമൊക്കെ എടുത്തിട്ട് വന്നിട്ട് നോക്കാമെന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ്